നമസ്കാരം. ആദിയോഗിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് പണ്ട് നമ്മുടെ അമ്മൂമ്മമാരും നമ്മുടെ അമ്മമാരും നമ്മളെ ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിരുന്ന ഒരു നാടൻ വിഭവത്തെ പറ്റിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വാഴക്കൂമ്പാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയം കാണും. നമ്മുടെ ചെറുതിലെയൊക്കെ നമ്മൾ വാഴയുടെ ചുവട്ടിൽ ചെന്നിട്ട്, ഞാനൊക്കെ രാവിലെ തന്നെ ഒരു വാഴ കുലച്ചാൽ രാവിലെ ചെന്ന് നോക്കും തേൻ വീണിട്ടുണ്ടോയെന്ന്. ഇതിങ്ങനെ പറക്കിയെടുത്തിട്ട് ഇതിലകത്തുള്ള ഈ തേനിങ്ങനെ ഊറി കുടിക്കാറുണ്ട്. ഇതിലിപ്പോൾ ഒന്നുമില്ല. സാധാരണ ഇതിലിങ്ങനെ ഇതിൻ്റെ ഈ അഗ്രഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ തേൻ നിറഞ്ഞിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇത് തേനല്ല. സത്യത്തിൽ തേൻ എന്ന് പറയുന്നത് ഈ പൂവിൽ നിന്നും പൂമ്പാറ്റകൾ ചെന്നിട്ട് നുകർന്നെടുത്തിട്ട് അതിൻ്റെ ഹണി കോമ്പിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച്, അതായത് ഈ തേനീച്ചയുടെ ഗട്ടിലെ ചില എൻസൈംസുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പൂമ്പൊടിയാണ് നമ്മൾ തേൻ എന്ന് പറയുന്നത്. ഈ പൂവിൽ തന്നെ ഉണ്ടാക്കുന്ന മധുവാണ്. ഇതിൻ്റെ ഗുണങ്ങൾ പലർക്കും അറിയില്ലായിരിക്കും. നമ്മുടെ പണ്ടുള്ളവർക്ക് ഇതിൻ്റെ ഗുണങ്ങളൊന്നും അവരെ ടീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കറിയാം അവർക്ക് എന്താണ് കഴിക്കേണ്ടതെന്ന്. അവരുടെ പറമ്പിൽ തന്നെയുള്ള പച്ചക്കറികൾ കളക്ട് ചെയ്തിട്ട് അതാണ് അവരുടെ ആരോഗ്യ രഹസ്യം. നമ്മളുടെ വീട്ടിൽ ഇത് പിടിച്ചു വെക്കുമ്പോൾ ആർക്കും വേണ്ട. പക്ഷേ ഇപ്പോൾ ഇതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. വീണ്ടും പച്ചക്കറി കടകളിലൊക്കെ ഇതിങ്ങനെ ശീതീകരിച്ച അറകളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും വാങ്ങാനായിട്ട് തോന്നും. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് വന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒരുപാട് റിസർച്ചുകൾ ഇതിനെപ്പറ്റി നടക്കുന്നുണ്ട്. ആയുർവേദത്തിലായാലും ഒരുപാട് മരുന്നുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, നമുക്ക് അറിയാത്തതും അറിയുന്നതുമായിട്ട്. ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ കാരണം, എൻ്റെ ഹോസ്പിറ്റലിൻ്റെ സൈഡിലായിട്ടുള്ള വാഴയിൽ ഇവനിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തന്നെ ഇവനെ ഞാൻ കളക്ട് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. നാളത്തേക്കുള്ള സബ്ജക്റ്റ് ഇവനെ പറ്റി തന്നെ ആകണമെന്ന് തീരുമാനിച്ചു. ഞാൻ ഒരുപാട് ആർട്ടിക്കിൾസ് റെഫർ ചെയ്തു. അപ്പോഴാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായത്. നമുക്കിതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ അരിയുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും. ധാരാളം ഇങ്ങനെ നാര് പോലെ വരുന്നത് കാണാം. അതിനർത്ഥം ഇതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് എന്നാണ്. സോലുബിളും ഇൻസോലുബിളും ആയിട്ടുള്ള ധാരാളം ഫൈബർ കണ്ടൻറ്റുള്ള ഫൈബർ റിച്ച് ഫുഡാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ടിലുള്ള എല്ലാ ടോക്സിൻസിനെയും വലിച്ചെടുത്ത് പുറന്തള്ളാൻ ഇതിന് സാധിക്കും. നമ്മൾ ഡയബറ്റിസ് പേഷ്യൻസിലായാലും എല്ലാവരോടും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ധാരാളം ഫൈബറുള്ള ഫുഡ് കഴിക്കാനാണ്. ഇതിന് മറ്റൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. നമ്മളുടെ പക്വാശയത്തിൽ വരുന്ന ക്യാൻസറിനെ തടയാനുള്ള ഒരു ഗുണം. വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒരു കലവറയാണിത്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ മഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ തുടങ്ങി മിനറൽസും ഇതിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഈ അയൺ കണ്ടൻറ്റ് ഇതിലുള്ളത് കൊണ്ട് തന്നെ അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഇത് വളരെയധികം ഉപകാരപ്പെടും. നാച്ചുറലി ഉള്ള അയണിൻ്റെ സോഴ്സാണിത്. പിന്നെ ആൻറ്റി ഡിപ്രസൻ്റ് ആക്ഷനുണ്ട്. മാനസികമായിട്ട് കുറച്ച് വെല്ലുവിളി നേരിടുന്ന പേഷ്യൻസിനൊക്കെ നമ്മളിത് അഡ്വൈസ് ചെയ്യുന്നു. കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. കാരണം നമ്മളുടെ മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. പിന്നെ ആർത്തവ സംബന്ധിയായിട്ടുള്ള വയറുവേദന, അമിതമായിട്ടുള്ള രക്തസ്രാവം എന്നിവയ്ക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണിത്. പാല് കുറവുള്ള അമ്മമാർക്ക് വളരെ നല്ലതാണ് കഴിക്കുന്നത്. കാരണം മുലപ്പാൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി കൂടി ഇതിനുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പ്രസവശേഷം വരുന്ന ആൾക്കാർക്ക് കദളി രസായനം എന്നൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അത് യൂട്രസിനും നല്ലതാണ്. അതുകൂടാതെ പാല് ചുരത്തുന്നതിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്. മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.